നോമ്പിൻ്റെ ഈ ഒരു ക്ഷീണവും ദാഹവും എല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഷമാം വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ആട്ടോ. ഷമാം ജ്യൂസ് ചിലർക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ വരെ കുടിച്ചു പോകുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷമാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഷമാം നമ്മൾ തൊലിയൊക്കെ കളയുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തൊലി കളയണം, അതേപോലെ തന്നെ കുരുവും കളയണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം അടിച്ച് വെക്കുന്ന സമയത്ത് തൊലിയോ അതുപോലെ അതിൻ്റെ കുരുവോ ഒക്കെ അതിൽ പെട്ടാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഒരുപാട് കമൻറ്റ്സ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കയ്പ്പ് വരുന്നുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കയ്പ്പ് വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ റീസൺ അതാണ്, കുരുവോ അല്ലെങ്കിൽ തൊലിയൊക്കെ ചെറുതായിട്ട് അതിൽ പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കയ്പ്പ്. അല്ലാതെ കഴിപ്പൊന്നും വരാനുള്ള ചാൻസ് ഒട്ടുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഷമാം ജ്യൂസിന് കിട്ടുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസെൻസ് ആണ്. അപ്പോൾ നമ്മൾ വാനില എസെൻസ് ചേർക്കുമ്പോൾ തന്നെ ഷമാമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. ഇപ്പോൾ ഷമാമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ വാനില എസെൻസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പം അണ്ടിപ്പരിപ്പും ബദാമും നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ജ്യൂസിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കി പോവേണ്ട, കുറച്ചൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി, ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. ഒന്നെങ്കിൽ പാല് അത്യാവശ്യം ആഡ് ചെയ്യുക, ആ രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഈ ഒരു മോഡലിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.